ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता विशाखान्वितं हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते ताप्त काञ्चन गौरांगी राधे वृंदावनेश्वरी क्षभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत. സോ നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത ആക്ടിവിറ്റീസ് 3-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യാധ്വം ശവോസ്ത്വ ഇഷ്ടകാമധുക്. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി अनेन प्रसविष्याध्वं यशवोष्ट्वा इष्टकामधुक्. प्रीति माता जी. हरे कृष्ण प्रभु. हरे कृष्ण. सह यज्ञ प्रजा सृष्ट्वा पुरोवाच प्रजापति अनेन प्रसविष्याध्वम् एष एवो अस्त्विष्टकामधुक्. हरे कृष्ण. श्रीदेवी माता जी ഒന്നുകൂടി വായിക്കൂ. ഹരേ കൃഷ്ണ. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉൽപ്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു: ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക. മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. So in the beginning of creation, the Lord of all creatures sent forth generations of men and demigods, along with sacrifices for Vishnu, and blessed them by saying, "Be thou happy by this yajna sacrifice, because its performance will bestow upon you everything desirable for living happily and achieving liberation." അപ്പോൾ സൃഷ്ടിയുടെ ആരംഭ സമയത്ത് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളെയും ഈ പ്രപഞ്ചത്തിൽ ഇംപ്രഗ്നേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾ പറഞ്ഞാൽ ഇൻക്ലൂഡിങ് മെൻ ആൻഡ് ഡെമിഗോഡ്സ്. അതിലും മനുഷ്യജാതി എല്ലാവരും ഉണ്ട്, ഇൻക്ലൂഡിങ് ഡെമിഗോഡ്സ്. അതിനോടുകൂടി നമുക്ക് എന്തോന്നു, വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനുള്ള ആ സാക്രിഫൈസ് യജ്ഞങ്ങളും പറഞ്ഞു തന്നു. എന്നിട്ട് നമ്മളെ അനുഗ്രഹിച്ചു. ഈ യജ്ഞങ്ങൾ ചെയ്താൽ നമ്മൾ തിരിച്ച് നമ്മളുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരാനുള്ള ആ ഒരു അവസരം നമുക്ക് തന്നു. അപ്പോൾ നമ്മള് എല്ലാ അവസരങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ അത് വിനിയോഗിക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മളുടെ തിരിച്ച് വീട്ടിലേക്കുള്ള പോകുന്ന. അത് നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ട് പക്ഷെ അതിനെ ദുരുപയോഗിക്കുക ചെയ്യുന്നത്. യജ്ഞ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ ഭഗവാൻ വിഷ്ണുവിന്റെ പ്രീതിക്ക് ചെയ്യുന്ന യജ്ഞം ചെയ്തിട്ട് നമുക്ക് തിരിച്ച് നമ്മളുടെ ധാമത്തിലേക്ക് പോകാനുള്ള അവസരം ഭഗവാൻ തന്നെ ആദ്യം മുതൽ തന്നെ, സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വിനിയോഗിക്കുന്നില്ല, നമ്മൾ ദുരുപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രപഞ്ചം, ഈ ഭൗതിക ലോകം, ഈ പ്രകൃതിയെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. നേരെ മറിച്ച് അതേ പ്രവൃത്തികൾ നമ്മളുടെ ഭഗവാൻ വിഷ്ണുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് യജ്ഞം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തില് വീണ്ടും പുനരപി ജനനം പുനരപി മരണം ഈ ചക്രത്തിലൂടെ
പോകേണ്ട ഗതികേട് വരില്ല. അപ്പൊ ഭഗവാൻ എല്ലാ അറേഞ്ച്മെന്റ്സും തന്നിട്ടുണ്ട്, യജ്ഞങ്ങളും തന്നിട്ടുണ്ട്, തിരിച്ചു പോകാനുള്ള വഴിയും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, അതൊന്നും കേൾക്കുന്നില്ല. അതിന് പകരം നമ്മൾ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സാക്രിഫൈസ് പറഞ്ഞ യജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ യജ്ഞപുരുഷൻ വിഷ്ണു. വിഷ്ണുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ യജ്ഞം ചെയ്യണം. ഈവൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് എപ്പോഴാണ് അത് യജ്ഞശിഷ്ടമാകുന്നത്? ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നത്, യജ്ഞശിഷ്ടാശിനോ ശന്തോ മുച്ചന്തേ സർവകിൽ വിഷയ ഭൂഞ്ചതേതേഹം പാപം ഏ പചന്തി ആത്മകാരണം. യജ്ഞശിഷ്ടാസനം, അതായത് യജ്ഞത്തില് അർപ്പിച്ചിട്ടുള്ള ശിഷ്ടം, റെമനൻസ്, ആ ഉച്ഛിഷ്ടം, അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്താണ്? അതിന് നമുക്ക് കർമ്മഫലം ഉണ്ടാവില്ല. അല്ലാതെ കഴിക്കുന്ന ഭക്ഷണമെല്ലാം എന്താണ്? വെറും പാപമാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ യജ്ഞം എന്തൊരു കർമ്മം ചെയ്യുന്നെങ്കിലും അത് യജ്ഞരൂപേണ വിഷ്ണുവിനെ സമർപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഭോഗിക്കുകയാണെങ്കിൽ നമുക്ക് കർമ്മഫലം ഉണ്ടാവില്ല. അതിനാണ് യജ്ഞം തന്നിരിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ കണക്കാക്കാതെ നമ്മൾ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആ ജീവിതം പാഴാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്രയോ യോനികളിൽ നമ്മൾ ജനിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു അല്ലെ. അങ്ങനെ പല പല യോനികളിലും ജനിച്ച് അവസാനം കിട്ടുന്ന ഈ മനുഷ്യജന്മം വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത് എന്താ? കൗമാരം ആചരിത്രാജ്ഞം ധർമാൻ ഭാഗവതാൻ ഇഹ മാനുഷ്യം ദുർലഭം ജന്മ തഥപി അർത്ഥതം അധ്രുവം അർത്ഥതം. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്, അതായത് കൗമാരത്തിൽ തന്നെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. എന്ത്? ഭക്തി. അല്ലാണ്ട് 60 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ചെവി കേൾക്കില്ല, കണ്ണ് കാണില്ല, ഓക്കെ, സംസാരിക്കാൻ വയ്യ, തൊണ്ട മുഴുവൻ ഇടറി, ആ സമയത്തല്ല നമ്മൾ ഭഗവാന് കൊടുക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് നമ്മളുടെ യൗവനകാലം, നമ്മളുടെ നല്ല സമയത്താണ് എല്ലാം ഭഗവാന് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ നമുക്ക് ആ വൃദ്ധാവസ്ഥയിലും ഭഗവാന്റെ നാമം ഒരു പ്രശ്നമില്ലാണ്ട്, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ജപിക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിൽ എത്താനും പറ്റും. അപ്പൊ കൗമാരം ആചരിത്രാജ്ഞം, കൗമാരത്തിൽ നമ്മളിത് ആചരിച്ച് തുടങ്ങിയാൽ മാത്രം നമുക്ക് വയസ്സായിട്ട് നമ്മളുടെ മനുഷ്യ ശരീരം വിടുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനും പറ്റുള്ളൂ. അപ്പൊ ഈ യജ്ഞങ്ങളെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ആ സൃഷ്ടി സമയത്തിന്റെ അതിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ എന്താണ് ഈ ഡൾ ഹെഡ്, ഈ എന്താ ബുദ്ധിയില്ലാത്ത ഒരവസ്ഥയില്ലേ, മരമണ്ഡമായിട്ടുള്ള നമ്മൾക്ക് അത് തലയിൽ കയറില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു തന്നാലും അത് തലയിൽ കയറില്ല അല്ലെ. എത്ര പ്രാവശ്യം വായിച്ചാലും കയറില്ല. എത്ര പ്രാവശ്യം ഇത് എന്താ പറയാ കേട്ടാലും അത് തലയിൽ കയറില്ല അല്ലെ. കേട്ടറിയണം, കണ്ടറിയണം, കൊണ്ടറിയണം എന്നാണ് പറയുന്നത്. കേട്ടിട്ട് നമ്മൾ മനസ്സിലാവില്ല, കണ്ടിട്ട് മനസ്സിലാക്കില്ല, കൊണ്ടിട്ട് മനസ്സിലാക്കില്ല. അങ്ങനെയാണ് നമ്മൾ ശപഥം ചെയ്തിരിക്കുക, ഞാൻ നന്നാവില്ല, എന്നെ തല്ലണ്ട അമ്മാവോ ഞാൻ നേരെയാവില്ല എന്ന് പറയുന്നില്ല. അതേപോലെയാണ് നമ്മളെല്ലാം. അപ്പോ ഭഗവാൻ തന്നെ ഇതിനെല്ലാം വഴി നമുക്ക് സജ്ജമാക്കി തന്നിട്ടുണ്ട്. പക്ഷെ അത് വിനിയോഗിക്കാണ്ട് നമ്മൾ നമ്മുടെ ഇന്ദ്രിയ തൃപ്തികളിൽ ആസക്തമായിട്ട് അതിൻ്റെ പിന്നാലെ പോവാണ്. എങ്ങനെ കാതിന് കൂടുതൽ തൃപ്തി കൊടുക്കാൻ പറ്റും, കണ്ണിന് എത്ര കൂടുതൽ തൃപ്തി കൊടുക്കാൻ പറ്റും, നാവിന്, ത്വക്കിന്, ഇങ്ങനെയുള്ള ഇന്ദ്രിയ തൃപ്തിയുടെ പിന്നാലെ പോയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം പാഴാക്കാണ്. മനുഷ്യജന്മം വളരെ വിരളമായിട്ട് കിട്ടുന്നതാണ്. അതാണ് ദുർലഭം മനുഷ്യം ജന്മം എന്ന് പറയുന്നത്. അത്ര വളരെ ഈസി ആയിട്ട് കിട്ടുന്നതല്ല മനുഷ്യജന്മം, ദുർലഭമാണ്. അങ്ങനെ ദുർലഭമായി കിട്ടുന്ന ഈ മനുഷ്യജന്മത്തെ പാഴാക്കാതെ ഭഗവാൻ വിഷ്ണുവിന്റെ പ്രീതിക്കായിട്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ആപത്തും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള ആ അവസരം ഭഗവാൻ നമുക്ക് ഉണ്ടാക്കി തരും. ഈവൻ നമ്മൾ കൗമാരം മുതൽക്ക്, അതായത് ചെറുപ്പകാലം മുതൽക്ക് നമ്മൾ ഈ കൃഷ്ണാവബോധത്തില് കാര്യങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ, ഭക്തിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ, നമ്മൾ വയസ്സായ സമയത്ത് എന്തെങ്കിലും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ദേഹം വെടിയേണ്ടി വന്നാലും ഭഗവാൻ അവിടെ നമ്മളെ സഹായിക്കും. ഭഗവാൻ നമുക്ക് ആ ഓർമ്മ, ചില ആൾക്കാർക്ക് വയസ്സായ ഓർമ്മശക്തി നശിക്കും. എനിക്കറിയാം,
ഇസ്കോണില് ബോംബെയില് ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു. നല്ലൊരു ഡിവോട്ടി ആയിരുന്നു. നല്ല സിൻസിയർ ആയിട്ടുള്ള ഡിവോട്ടി ആയിരുന്നു. അദ്ദേഹം യുനോ വയസ്സായ സമയത്ത് എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മയെല്ലാം പോയി. ഞാൻ ആരാണ്, എൻ്റെ കുടുംബം ആരാണ്, ഫ്രണ്ട്സ് ആരാണ്, ആരും അറിയില്ല. എല്ലാം ഡിമെൻഷ്യ അല്ലേ, അൽസൈമേഴ്സ് എന്നുള്ള ഒരു രോഗം പോലെ. പക്ഷെ ഒരു കാര്യം അദ്ദേഹം മറന്നില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതെപ്പോഴും അദ്ദേഹം ഓർക്കണ്ടായിരുന്നു, അത് ചാൻറ്റ് ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം ആരാണ്, ഏത് കുടുംബത്തിലാണ്, അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും അവർക്ക് അദ്ദേഹത്തിന് കണ്ടാൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, ഓർമ്മ വരുന്നില്ല. പക്ഷെ ഹരേ കൃഷ്ണ മന്ത്രം മറന്നിട്ടില്ല. അപ്പൊ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ആലോചിച്ച് നോക്കും. അതെപ്പോഴും അദ്ദേഹം ചാൻറ്റ് ചെയ്ത് വരുന്നു. അത് ഭഗവാന്റെ അനുഗ്രഹമല്ലേ. എല്ലാം മറന്നു, പക്ഷെ ഈ മന്ത്രം മറന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം അത് എപ്പോഴും. അപ്പൊ ഭഗവാൻ ഏത് സമയത്തും ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾക്ക് എന്ത് തന്നെ ഒരു സംഘർഷം വന്നാലും ശരി, എന്ത് തന്നെ ചലഞ്ചസ് വന്നാലും ശരി, ഭഗവാൻ അതിനെ ഫേസ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനും ഉള്ള ആ ശക്തി നമുക്ക് എപ്പോഴും തരും. അതാണ്. അല്ലാണ്ട് നമ്മൾ ചെയ്ത പാപകർമ്മങ്ങൾ നമ്മൾ അത്ര പെട്ടെന്നൊന്നും മുക്തരാവില്ല. പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ച് മതിയാവും. നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അനുഭവിക്കണം വെച്ചാൽ നല്ല രീതിയിൽ, പോസിറ്റീവ് വേയിൽ. ഓക്കെ, ഞാൻ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു സൗകര്യം, അതിനനുസരിച്ചുള്ള എൻജോയ്മെന്റിന് ആസ്വദിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ തരും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഒരു പാപകർമ്മം ചെയ്തിട്ട് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ജന്മത്തിൽ അതിന്റെ ആ ഫലം ഇപ്പോഴാണ് കിട്ടുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം, കുടുംബത്തിൽ പ്രോബ്ലം, അവിടെ പ്രോബ്ലം, ഓഫീസിൽ പ്രോബ്ലം, ഇവിടെ അങ്ങനെ പല പ്രോബ്ലംസ് നമുക്ക് വന്നേക്കാം. അതെല്ലാം നമ്മൾ ചെയ്ത കർമ്മഫലത്തിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത്. അപ്പോൾ ആ നമ്മളുടെ സ്റ്റാൻഡിങ്ങും നമ്മളുടെ ആ ഭക്തിയും ഭക്തിയുടെ സേവനവും വളരെ നന്നായിട്ട് കൊണ്ടുപോയാൽ എന്താണ് സംഭവിക്കുക, ഇതിനെല്ലാം ഫേസ് ചെയ്യാനുള്ള, ഇതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള, തരണം ചെയ്യാനുള്ള ശക്തി ഭഗവാൻ നമുക്ക് തരും. ഇത് സാധാരണ ആൾക്കാർക്ക് കിട്ടില്ല. ഇത് ഭക്തി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു സ്ട്രെങ്ത് കിട്ടുള്ളൂ, ഭഗവാൻ കൊടുക്കുള്ളൂ. അതുകൊണ്ട് പല പല ഡിവോട്ടീസും ഉണ്ട്. ഇത്ര കാലം കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ഇവിടെ ഒരു സത്സംഗിൽ പോയി. 10-30 ഡിവോട്ടീസ് ഉണ്ടായിരുന്നു. എല്ലാം മാതാജിമാരാണ്, മിക്കതും 99% മാതാജിമാരാണ്. ഒക്കെ ഒരു ദാമോദര ആർത്തിക്ക് വിളക്ക് കാണിക്കാൻ പോയിട്ട് ഒരു മാതാജി അവർ കൾട്ടിവേറ്റ് ചെയ്താണ്, അതായത് ക്ലാസ് ഒക്കെ എടുത്തിട്ട്. അപ്പം അതിൽ പോയിരുന്നു ഞാൻ. അപ്പം എല്ലാവരും പറയാണ് ഇതിനു മുമ്പ് ഇപ്പോഴും ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, പിന്നെ വീട്ടിലെ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ ആ പ്രോബ്ലം ഈ പ്രോബ്ലം, ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ഇതിന് മുമ്പേ നമ്മൾ ആകെ കൊളാപ്സ് ആകുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ ചാൻറ്റിങ് തുടങ്ങിയ ശേഷം എന്തോ അറിയുന്നില്ല, എവിടുന്നോ ഒരു ശക്തി എനിക്ക് കിട്ടുന്നുണ്ട്. ഇതൊന്നും അത്ര കാര്യമൊക്കെ എടുക്കുന്നില്ല. പ്രോബ്ലം വരുന്നുണ്ട്, പക്ഷെ അതിനെ സഹിക്കാനും അതിനെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി എവിടുന്നോ കിട്ടുന്നുണ്ട്. ഇതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ എന്താണ്, ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് കിട്ടാൻ തുടങ്ങി അല്ലേ. അപ്പൊ അതാണ് ഭഗവാൻ നമുക്ക് ഇതെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടും അതിനെ നമ്മൾ വിനിയോഗിക്കാണ്ട് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും പറക്കം പായാണ്. ഓരോരുത്തര് എന്താ പറയുക, ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ട്, അതിന് ശേഷം പാർട്ട് ടൈം ചെയ്യുന്ന, ഒരു പാർട്ട് ടൈം, 2 പാർട്ട് ടൈം, 3 പാർട്ട് ടൈം. എനിക്കറിയാം ബോംബെയിൽ ഉള്ള സമയത്ത് ആൾക്കാരെ ഫുൾ ടൈം ജോലി ചെയ്തിട്ട് 2-3 പാർട്ട് ടൈം ഒക്കെ ചെയ്തിട്ട് രാത്രി 10 മണിക്ക് 11 മണിക്ക് വീട്ടിലെത്തുക, വീണ്ടും രാവിലെ 5 മണിക്ക് ഇറങ്ങിപ്പോകും. മക്കളെ കാണുന്നില്ല. സൺഡേ ഒരു ലീവ്, അന്നാണ് ആകെ മക്കളെയും എല്ലാം കാണുന്നത്. പക്ഷെ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉറങ്ങായിരിക്കും, വരുന്ന സമയത്തും കുട്ടികൾ ഉറങ്ങാണ്. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് മക്കളെ കാണുന്നത്. അത്രയും നമ്മൾ പാടുപെട്ടിട്ട് എന്നിട്ട് എന്താ കാര്യം, നമ്മൾ കഴിക്കുന്നത് 2 ചപ്പാത്തി 3 ചപ്പാത്തി കുറച്ച് ചോറ് ഇതൊക്കെയല്ലേ കഴിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ എന്തിനാണ് ഈ പറക്കം പായുന്ന ആർക്കും അറിയുന്നില്ല. അങ്ങനെയുള്ള ആ ജീവിതം നമുക്ക് വേണം, പൈസ വേണം, എല്ലാം വേണം. പക്ഷെ ഇതെല്ലാം നമ്മൾ അത് മനസ്സിലാക്കി അത് ഒരു ചെറിയൊരു ഷിഫ്റ്റ് ചെയ്തിട്ട് ഭഗവാന് സമർപ്പണം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ എത്രയോ നല്ല നമ്മളുടെ ആ ഒരു ഭാഗ്യം എത്ര നന്നായി വരും അല്ലേ. അതാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ഇതിൻ്റെ എല്ലാ അവസരങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ജീവിക്കുക, അത്രേ വേണ്ടു. സോ ദ മെറ്റീരിയൽ ക്രിയേഷൻ ബൈ ദ ലോർഡ് ഓഫ് ക്രീച്ചേഴ്സ്, വിഷ്ണു. ഓക്കെ, അപ്പൊ ആരാണ് സൃഷ്ടികർത്താവ്? 2 തരത്തിലുള്ള സൃഷ്ടിയുണ്ട്, അറിയാലോ.
ആദ്യത്തെ സൃഷ്ടി ആരാണ് ചെയ്യുന്നത്? ബ്രഹ്മാവ്. ആദ്യത്തെ സൃഷ്ടി വിഷ്ണു ഭഗവാൻ. വിഷ്ണു ഭഗവാൻ. കാരണോദയം. കാരണസായി കൃഷ്ണ. കാരണോദയം. യെസ്, ഓക്കെ. അതായത് ആദ്യത്തെ, അതായത് അതിനെന്താ പറയാ, പ്രൈമറി ക്രിയേഷൻ, സർഗ. ഓക്കെ, അത്ര സർഗ വിസർഗശ സ്ഥാനം പോഷണ ഉദയ മന്വന്തര ഈശാനുഗത നിരോധ മുക്തിർ ആശ്രയ. ഈ 10 ടോപ്പിക്കാണ് ഭാഗവതത്തിലുള്ളത്. അപ്പൊ ആദ്യം എന്താണ്? സർഗ ആണ് പ്രൈമറി ക്രിയേഷൻ. പ്രൈമറി ക്രിയേഷൻ ആരാണ് ചെയ്യുന്നത്? വിഷ്ണു ഭഗവാൻ. അതാണ് പറയുന്നത്, ഇൻ ദ ബിഗിനിങ് ഓഫ് ക്രിയേഷൻ ദ ലോർഡ് ഓഫ് ഓൾ ക്രീച്ചേഴ്സ് sent forth generations of men and demigods along with sacrifices for Vishnu. വിഷ്ണു ആണ് സർഗ ചെയ്യുന്നത്. സർഗ എന്ന് പറഞ്ഞ പ്രൈമറി ക്രിയേഷൻ. രണ്ടാമത്തെ ക്രിയേഷൻ എന്താ പറയാ? വിസർഗ. ഇതാരാണ് ചെയ്യുന്നത്? ബ്രഹ്മാവ്. അപ്പൊ ആദ്യത്തെ ക്രിയേഷനിൽ വിഷ്ണു എന്താണ് ചെയ്യുന്നത്? എല്ലാ ജീവജാലങ്ങളെയും അവിടെ ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ജീവജാലങ്ങൾക്ക് അവരുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തില് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങള് പ്രദാനം ചെയ്യുന്നു. ആര്? ബ്രഹ്മാവ്. അല്ലെ? ആരുടെ നിർദ്ദേശപ്രകാരം? ഭഗവാൻ വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം. ആരാണ് എംപവർ ചെയ്യുന്നത്? ബ്രഹ്മാവിനെ വിഷ്ണു. അപ്പൊ ഇതാണ് ബ്രഹ്മാവിന്റെ ആ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ക്രിയേഷൻ, വിസർഗ. Okay, Sarga, Visarga, primary creation, secondary creation. However, the material creation by the Lord of creatures, Vishnu, is a chance offered to the conditioned souls to come back home backward. അപ്പൊ എന്തിനാണ് ഈ ഭൗതിക ലോകം ഉണ്ടാക്കിയത് എന്നത് നമുക്കൊരു ചോദ്യം വരാം. എനിക്ക് ഭഗവാൻ എന്തിനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ബദ്ധാത്മാക്കൾക്ക് ഒരു അവസരം തരാണ്. എന്തിന്? തിരിച്ച് നമ്മൾ വൈകുണ്ഠത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അതിനുള്ള അവസരമാണ്. ഇപ്പോ ഒരു രാജ്യത്ത് ഒരുപാട് ജയിലുണ്ട്, ജയിലുകളുണ്ട്. എന്തിനാണ് ഈ ഗവൺമെന്റ് ഈ ജയിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തിനാണ്? കുറ്റം ചെയ്യുന്നവരെ പണിഷ് ചെയ്യാൻ. കുറ്റം ചെയ്യുന്നവരെ പണിഷ് ചെയ്യാൻ. അതിനുപരി അവർക്ക് ആ തെറ്റ് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം. യെസ്, അവരെ ശിക്ഷിച്ചിട്ട് അതിലൂടെ അവരെ പരിവർത്തനം ചെയ്തിട്ട് ഒരു നല്ലൊരു സിറ്റിസൺ ആക്കിയിട്ട് തിരിച്ച് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അതിനാണ് ജയിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ റിഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മളും കുറ്റം ചെയ്തിട്ടുണ്ട്. എന്താണ് കുറ്റം ചെയ്തിരിക്കുന്നത്? നമ്മുടെ കുറ്റം എന്താണ്? നമ്മളെ ഭഗവാനിൽ നിന്നും മുഖം തിരിച്ചു. നമ്മളുടെ ഒരു സൈഡില് മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഈഗോ, ഫോൾസ് ഈഗോ. ഓക്കെ, ചുരുക്കത്തില് ആ സട്ടിൽ ബോഡി നമുക്ക് മൈൻഡ് എന്ന് പറയാം. മറ്റേ സൈഡില് ഭഗവാൻ നിൽക്കുന്നുണ്ട് ഈ നമ്മളെ അതിന്റെ നടുക്കല്. അപ്പൊ മൈൻഡ്, ഇന്റലിജൻസ്, ഫോൾസ് ഈഗോ എന്ന് പറഞ്ഞാൽ അത് വലിയ ആകാരമുള്ള ഒക്കെ ഒരു രാക്ഷസനോ രാക്ഷസിയെ പോലുള്ള ഒരു ഇതാണ്. അപ്പൊ അവിടേക്കാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ തല തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിക്കണം. എന്നാൽ മാത്രം, അല്ലെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ മനസ്സ് പറയും, നാവിന് രുചിക്കണം, ചെവിക്ക് കേൾക്കണം, കണ്ണിന് കാണണം, ത്വക്കിന് സ്പർശിക്കണം, ഈ ഇന്ദ്രിയ ഭോഗങ്ങളെല്ലാം ഞാൻ അനുഭവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹങ്ങളെ എന്ന് മനസ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഇന്ദ്രിയ ഭോഗത്തിലാണ് നമ്മൾ തലതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഇന്ദ്രിയ ഭോഗങ്ങളിൽ നിന്ന് തിരിച്ച് ഭഗവാനിലേക്ക് നമ്മൾ തിരിക്കും. അപ്പൊ അതിനുള്ള അവസരം തരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം, ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. ബദ്ധാത്മാക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാണ്. പക്ഷെ അതേ സമയം തന്നെ നമ്മളെ അതിനെ അമർത്തിപ്പിടിച്ച് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട തെറ്റ്. അതിൽ നിന്നും
നമ്മൾ കരകയറി ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും ഒരു ജനനം ഉണ്ടായിരിക്കില്ല. അതാണ് എ ചാൻസ് ഓഫർ ടു ദ കണ്ടീഷൻസ് ഓൾസോ കം ബാക്ക് ഹോം ബാക്ക് ടു ഗോഡ് ഇറ്റ്. തിരിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഈ പ്രപഞ്ച സൃഷ്ടി ഭഗവാൻ തന്നിരിക്കുന്നത്. All living entities within the material creation are conditioned by material nature because of their forgetfulness of their relationship to Vishnu or Krishna, the Supreme Personality of Godhead. അപ്പോൾ എല്ലാ ജീവാത്മാക്കളും കണ്ടീഷൻഡ് ബൈ ദ മെറ്റീരിയൽ നേച്ചർ. എന്താണ് കണ്ടീഷൻ ബൈ ദ മെറ്റീരിയൽ നേച്ചർ എന്ന് പറഞ്ഞാൽ? ബിക്കോസ് ഓഫ് ദർ ഫോർഗെറ്റ്ഫുൾനെസ് ഓഫ് ദർ റിലേഷൻഷിപ്പ് ടു വിഷ്ണു. അതായത് നമ്മളുടെ ആ ഈഗോ ആണ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട്, ഒരു വിഘ്നമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ലിബറേഷൻ അല്ലെങ്കിൽ നമ്മുടെ മുക്തിക്ക്. എന്താണ് ഈഗോ ചെയ്യുന്നത്? ഈഗോ പറയുന്നു, ഞാൻ ഈ ശരീരമാകുന്നു, ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ കാറാണ്, ഇതെൻ്റെ കുടുംബമാണ്, ഇതെൻ്റെ ധനമാണ്. ഓക്കെ, എല്ലാം ഈ ശാരീരികമായിട്ടുള്ള ആ ഒരു ബന്ധത്തോടെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നു, ബന്ധിക്കുന്നു. ഞാനും ഭഗവാന്റെ അംശമാണ് എന്നുള്ള ആ ബന്ധം നമ്മൾ മറക്കുകയാണ്. ഓക്കെ, ആ ശാരീരിക അവബോധത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതാണ് ഈഗോ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് നമ്മളെ അഹങ്കാരം എന്ന് പറയുന്നത്, ഫോൾസ് ഈഗോ. അപ്പോൾ ഈഗോന്റെ പ്രശ്നമാണ്. ഈഗോ ധരിക്കുന്നത് ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരത്തിന്റെ എക്സ്റ്റൻഷൻസ് ആണ് എൻ്റെ ഭാര്യയും കുട്ടികളും ബാക്കി എല്ലാ അംഗങ്ങളും. പിന്നെ ഈ വീട് എൻ്റെതാണ്, ഈ നാട് എൻ്റെതാണ്, ഈ സൊസൈറ്റി എൻ്റെതാണ്, ഈ കാർ എൻ്റെതാണ്. അങ്ങനെ ഞാനും എൻ്റെ എക്സ്റ്റൻഷൻസും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ശരീരത്തിൻ്റെ ആണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആണ്. പക്ഷേ അത് താൽക്കാലികമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കുകയാണ്. താൽക്കാലികം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 30 കൊല്ലം 50 കൊല്ലം 100 കൊല്ലം അതിൽ മീതെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എൻ്റെ ബാങ്കിൽ എത്ര തന്നെ പൈസ ഉണ്ടായാലും ശരി, ഞാൻ മരിച്ചു പോയാൽ എനിക്കത് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ ആസ്വദിക്കും. അത് കഴിഞ്ഞാൽ അവരുടെ സമയം കഴിഞ്ഞാൽ അവർ പിന്നെ അടുത്ത ജനറേഷൻ. അപ്പൊ അത് പെർമനന്റ് ആയിട്ട് ഒരാൾക്കും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മളുടെ കണ്ടീഷൻ സോളിന്, അതായത് ബദ്ധാത്മാക്കൾക്ക് ഉള്ള ഒരു അവസരം തന്നിരിക്കുകയാണ് ഭഗവാൻ. അപ്പൊ അത് മറക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ കുടുക്കിൽ പെടുന്നത്, ഈ ബദ്ധനസ്ഥരാവരുന്നത് ഈ ഭൗതിക ലോകത്ത്. So the Vedic principles are to help us understand this eternal relation as it is stated in the Bhagavad Gita. Vedesya sarver aham eva vedya. അപ്പോ ഈ വേദിക് പ്രിൻസിപ്പിൾസ്, അതായത് വേദങ്ങളിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എന്താണ്? നമ്മളെ തിരിച്ച് ആ ശരിക്കുള്ള വഴിയിലേക്ക് നയിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അതാണ് വേദേശ്ച സർവേർ അഹം ഏവ വേദ്യം. അതായത് വേദങ്ങളെ കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അഹം ഏവ വേദ്യു, ഭഗവാനെ അറിയുക എന്നുള്ളതാണ് വേദങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വേദങ്ങൾ. വേദങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദ്ദേശം, പരമമായിട്ടുള്ള ഉദ്ദേശം ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. The Lord says that the purpose of the Veda is to understand him. ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ പരമമായിട്ടുള്ള ഉദ്ദേശം. In the Vedic hymns it is said, Padim Vishwashatmeshwaram. അതായത് therefore the Lord of the living entities is the Supreme Personality of Godhead, Vishnu. ഭഗവാൻ വിഷ്ണു ആണ് ഈ കാണുന്നതും കാണാത്തതിൻ്റെയും, അതായത് സ്പിരിച്വൽ ക്രിയേഷനും സ്പിരിച്വൽ വേൾഡും മെറ്റീരിയൽ വേൾഡും ഇതിനെല്ലാം അധിപൻ ഭഗവാൻ വിഷ്ണു ആണെന്നാണ് ഈ വേദങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശ്രീമദ് ഭാഗവതം ആൾസോ, in the Srimad Bhagavatam also, Srila Sukadeva Goswami describes the Lord as Pati in so many ways. Bhagwan Pati എന്ന് പറഞ്ഞ മാസ്റ്റർ, കൺട്രോളർ, പ്രൊപ്പറേറ്റർ, ഓണർ, ഇതൊക്കെയാണ്. ആ ഭഗവാൻ എല്ലാത്തിൻ്റെയും ഓണറാണ്, പ്രൊപ്പറേറ്റർ ആണ് എന്ന് ശ്രീമദ് ഭാഗവതനും ഇത് ഉദ്ഘോഷിച്ചിട്ടുണ്ട്. എങ്ങനെ പറയുന്നത്? ശ്രിയാപതിർ യജ്ഞപതി പ്രജാപതിർ ധേയം പതിർ ലോകപതിർ ധരാപതി പതിർ ഗതിസ് ചാന്തക വൃഷ്ണിസാത്വതം പ്രസീദതാം മേ ഭഗവാൻ സദംപതി സദാംപതി. ദ പ്രജാപതി ഈസ് ലോർഡ് വിഷ്ണു. പ്രജാപതി എന്ന് പറഞ്ഞാൽ ദ ലോർഡ് ഓഫ് ഓൾ ലിവിംഗ്, എല്ലാ ജീവജാലങ്ങളുടെയും മാസ്റ്റർ.
all worlds and all beauties and all protector of everyone. എല്ലാ സൗന്ദര്യത്തിന്റെയും എല്ലാ ലോകത്തിന്റെയും എല്ലാ സൃഷ്ടിയുടെയും ഒക്കെ പതി ആരാണ്? ഭഗവാനാണ്. എല്ലാം സംരക്ഷിക്കുന്നതും ഭഗവാനാണ്. The Lord created this material world to enable the conditioned souls to learn how to perform yajnas, sacrifices for the satisfaction of Vishnu, so that while in the material world they can live very comfortably without anxiety, and after finishing the present material body they can enter into the kingdom of God. അപ്പോൾ ഭഗവാൻ തന്നെയാണ് നമുക്ക് യജ്ഞങ്ങൾ തന്നിരിക്കുന്നത്. അങ്ങനെ യജ്ഞങ്ങൾ ചെയ്ത് നമ്മൾ യാതൊരു ആങ്സൈറ്റി ഇല്ല, ആകാംക്ഷയില്ലാതെ നമ്മൾ അതെല്ലാം ചെയ്ത് ഈ ജീവിതം കഴിഞ്ഞാൽ തിരിച്ച് നമ്മളുടെ ആ ഭഗവത് ധാമിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് നമുക്ക് വേദങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. So that is the whole program for the conditioned soul. By performance of yajna, the conditioned souls gradually become Krishna conscious and become godly in all respects. Gradually becomes. അപ്പോൾ നമ്മൾ ഓവർനൈറ്റിൽ ഇന്ന് രാത്രി ഉറങ്ങിയിട്ട് നാളെ രാവിലെ നിൽക്കുമ്പോൾ നമ്മൾ ശുദ്ധഭക്തനാവില്ല. പറ്റില്ല. കാരണം ഒരുപാട് കൽമശങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ ജന്മാന്തരമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതെല്ലാം ശുദ്ധീകരിച്ച് നമ്മുടെ ആ ശുദ്ധഭക്തിയിലേക്ക് വരണം. അതുകൊണ്ട് അതാണ് ഇവിടെ വന്ന് സ്ലോലി ആൻഡ് ഗ്രാജുവലി കണ്ടീഷൻ സോൾ ഗ്രാജുവലി ബിക്കം കൃഷ്ണ കോൺഷ്യസ്. ഓക്കെ, നമ്മള് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് പോയാലും നമുക്ക് പരീക്ഷയിൽ 100% മാർക്ക് കിട്ടില്ല. അല്ലേ? ഒരു പുസ്തകം നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചു പോയാലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് അത് വായിച്ച് പഠിച്ചാൽ മാത്രമേ നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് സ്ലോലി ആൻഡ് ഗ്രാജുവലി, ഇറ്റ് ടേക്സ് ടൈം. കാരണം എന്താണ് സമയമെടുക്കുന്നത്? നമ്മളുടെ കൽമശങ്ങളെല്ലാം നശിപ്പിക്കണം. അതിന് നമ്മൾ ചാൻഡിങ്, ഭഗവാന്റെ നാമം സദാസമയം, കീർത്തനീയ സദാഹരി സതതം കീർത്തയന്തോ മാം. അങ്ങനെ എപ്പോഴും ഭഗവാന്റെ നാമത്തിനെ സ്മരിച്ച് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആള് പതുക്കെ പതുക്കെ ശുദ്ധീകരിക്കപ്പെടും, ഒരു ശുദ്ധ ഭക്തന്റെ തലത്തിലേക്ക് ഉയരും ചെയ്യും. So in the age of Kali, the Sankirtana Yajna, the chanting of the names of God, is recommended by the Vedic scriptures, and this transcendental system was introduced by Lord Chaitanya for the deliverance of all men in this age. Apo pala Hare Krishna. Hare Krishna, കേൾക്കുന്നില്ലേ? ഉണ്ട് പ്രഭു, കേൾക്കാം. അപ്പോ നാമസങ്കീർത്തനമാണ് ആ പ്രോസസ്സ്, കലിയുഗത്തില് ഉള്ള പ്രോസസ്സ്, ഉള്ള ആ പ്രക്രിയ, ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ള ആ പ്രക്രിയ എന്താണ്? നാമസങ്കീർത്തനം, സങ്കീർത്തന യജ്ഞ. അപ്പൊ ആ സങ്കീർത്തന യജ്ഞ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മഹാമന്ത്രം എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മഹാമന്ത്രം ചൊല്ലിയിട്ടാണ് നമ്മളുടെ ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത്. അങ്ങനെ നിത്യേന നമ്മൾ അത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ നമ്മളുടെ കൽമശങ്ങളെല്ലാം നശിക്കും. നമ്മളൊരു ശുദ്ധ ഭക്തന്റെ ആ സ്റ്റേജിലേക്ക് നമ്മൾ ഉയരും. So Lord Krishna in his devotional form as Lord Chaitanya is mentioned in the Bhagavatam 11.5.32 as follows, a special reference to the Sankirtana Yajna. അപ്പോൾ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അവതാരിയാണ്. ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭഗവാൻ കൃഷ്ണനാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഈ ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുന്നത് ഏകദേശം 520 വർഷങ്ങൾക്ക് മുമ്പാണ്. ഭാഗവതം രചിച്ചിരിക്കുന്നത് വ്യാസദേവൻ ഏകദേശം 5000 വർഷത്തിന് മുമ്പെയാണ്. ഓക്കെ, ചൈതന്യ മഹാപ്രഭു, അതായത് ഭഗവാൻ സ്വയം ചൈതന്യ മഹാപ്രഭുവിന്റെ പേരിലും രൂപത്തിലും ഇവിടെ വരും, അവതരിക്കും എന്നുള്ളത് 5000 വർഷം മുമ്പ് വ്യാസദേവൻ എഴുതി വെച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത് ഭാഗവതത്തില്. അങ്ങനെ ഭവിഷ്യ പുരാണത്തിലും പല പുരാണങ്ങളിലും ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവതാരത്തെ പറ്റിയിട്ട്, വരാൻ പോകുന്ന അവതാരങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് 1520 വർഷം മുമ്പെയാണ്, അല്ലെ?
ഒരു 3-4 തലമുറയ്ക്ക് മുമ്പേ. ഇതൊന്നും കെട്ടുകഥകളല്ല. ഒരുപാട് അനുയായികള് ചൈതന്യ മഹാപ്രഭുവിനുണ്ട്. അവരെല്ലാം ഒരുമിച്ച് ഈ ആന്തോളൻ, അതായത് സങ്കീർത്തന യജ്ഞത്തിന്റെ ആന്തോളൻ ചെയ്തു വന്നിരുന്നതാണ്. അപ്പൊ അവരൊക്കെ ഇതിന് സാക്ഷിയാണ്. ഇതൊരു കെട്ടുകഥയല്ല, വളരെ റീസെന്റ് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ വളരെ വിശ്വാസത്തോടെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും. ശ്രീമദ് ഭാഗവതത്തില് 5000 വർഷത്തിന് മുമ്പേ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചൈതന്യം, അതായത് ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കും, എന്നിട്ട് സങ്കീർത്തന യജ്ഞത്തിന്റെ പ്രചാരണം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശ്രീമദ് ഭാഗവതം? കൃഷ്ണവർണം തിസാ കൃഷ്ണം സംഗോപാംഗാസ്ത്ര പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായർ യജന്തി ഹി സുമേധസ. എന്താണ് പറയുന്നത്? കൃഷ്ണവർണം തിസ അകൃഷ്ണം, അതായത് കൃഷ്ണ വർണ്ണം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ വർണ്ണിക്കാം. കൃഷ്ണന്റെ നാമങ്ങളെ ജപിച്ചിട്ട് വർണ്ണിക്കുക. ത്വിസ അകൃഷ്ണം, ത്വിസ എന്ന് പറഞ്ഞാൽ കോംപ്ലക്ഷൻ, നിറം. അകൃഷ്ണം, അകൃഷ്ണം പറഞ്ഞാൽ കൃഷ്ണന്റെ കോംപ്ലക്ഷൻ അല്ല. എന്താണ് കൃഷ്ണന്റെ കോംപ്ലക്ഷൻ? അതല്ല. ആ കൃഷ്ണം വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ കോംപ്ലക്ഷൻ എന്താണ്? ഗോൾഡൻ മോൾട്ടൻ. ഓക്കെ, ദാറ്റ് ഈസ് ഗോൾഡൻ അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കുമ്പോൾ ആ ഭഗവാൻ കൃഷ്ണന്റെ നിറത്തിലല്ല വന്നിരിക്കുന്നത്, സ്വർണ്ണ നിറത്തിലുള്ള ഒരവതാരമാണ്. അതാണ് കൃഷ്ണൻ. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? എപ്പോഴും കൃഷ്ണന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നു ചൈതന്യ മഹാപ്രഭു. ഒരു ഭക്തന്റെ രൂപത്തിലാണ് വന്നത്. ഭഗവാൻ കൃഷ്ണൻ സ്വയം അവതരിച്ചത് തൻ്റെ തന്നെ ഭക്തന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണന്റെ നാമങ്ങൾ ജപിച്ച് വന്നത്. അതാണ് കൃഷ്ണവർണം തിസ അകൃഷ്ണം. സംഘോ പാംഗസ്ത്ര പാർഷദം, സംഘമായിട്ടും ഉപാംഗമായിട്ടും അസ്ത്രമായിട്ടും പാർഷദമായിട്ടും വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കമ്പാനിയൻസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അസ്ത്രം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എന്താണ് അസ്ത്രം? എന്ത് അസ്ത്രമാണ് ചൈതന്യ മഹാപ്രഭു കൊണ്ടുവന്നത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രമാണ് അസ്ത്രം. ഓക്കെ, സംഘം ആരാണ്? നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, ഗദാധര പണ്ഡിറ്റ്, ശ്രീവാസാചാര്യ, അവരൊക്കെ. ഓക്കെ, ഉപാംഗന്മാരുണ്ട്, അതേപോലെ പാർഷദന്മാരുണ്ട്, ഷഡ്ഗോസ്വാമിമാര്. ഇവരൊക്കെ സംഘം, ഉപാംഗം, പാർഷദന്മാരാണ്. ഒരുപാട് ഡിവോട്ടീസ്. അസ്ത്രം ഹരേ കൃഷ്ണ മന്ത്രം. പിന്നെ എന്താണ് അദ്ദേഹം കൂടെ കൊണ്ടുവന്നത്? യജ്ഞേർ സങ്കീർത്തന പ്രായർ. യജ്ഞ, എന്ത് യജ്ഞ? സങ്കീർത്തന യജ്ഞ, നാമസങ്കീർത്തനം അല്ലെ? നാമസങ്കീർത്തനം യസ്യ സർവപാവ പ്രണാശനം പ്രണാമോ ദുഃഖശമന സ്തം നമാമി ഹരിംപരം എന്നാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ അവസാനത്തെ ശ്ലോകം പറയുന്നത്. നാമസങ്കീർത്തനം, ആ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വയം കൃഷ്ണ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പേരിലും ഗോൾഡൻ അവതാരമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. യജ്ഞേ സങ്കീർത്തന പ്രായം യജന്തി ഹി സുമേധസ. അപ്പൊ ഈ യജ്ഞം, ഈ നാമസങ്കീർത്തന യജ്ഞം ആരാണ് ഏറ്റെടുക്കുന്നത്? സുമേധസ. മേധ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റലിജന്റ്. സുമേധസ പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള, വെരി ഇന്റലിജന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ. അവരാണ് ഈ നാമസങ്കീർത്തന യജ്ഞം ഏറ്റെടുത്ത് അത് പ്രചരിപ്പിക്കാന്ന്. അത് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഭാഗവതം പറയുന്നത്, അതായത് നാമസങ്കീർത്തന ഫോളോ ചെയ്യുന്ന ആൾക്കാര്, ചൈതന്യ മഹാപ്രഭുവിന്റെ നാമസങ്കീർത്തന യജ്ഞ ചെയ്യുന്ന ആൾക്കാര് എങ്ങനത്തെ ആൾക്കാരാണ്? സുമേധസ, വളരെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ബുദ്ധിമാന്മാരാണ്. അപ്പൊ നമ്മളെല്ലാവരും എന്താണ്? സാധാരണക്കാരല്ല. നമ്മളെല്ലാവരും ഇതിനെ, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ നാമസങ്കീർത്തനത്തിലെ ഭാഗഭാക്കുകളാക്കി നമ്മൾ ഇതിനെ പ്രാക്ടീസ് ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നു അല്ലെ?
അപ്പൊ നമ്മളും ഏതാണ്, എന്ത് ക്ലാസ് ആണ്, കാറ്റഗറിയാണ്. നമുക്ക് ബുദ്ധി ഇല്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ ആ കാറ്റഗറിയിൽ വന്നു. സുമേധസ എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്താം. അത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു ഔദാര്യമാണ്. ചൈതന്യ മഹാപ്രഭു ഔദാര്യ പുരുഷനാണ്. അപ്പൊ നമുക്ക് യോഗ്യത ഉണ്ടെങ്കിലും ശരി, യോഗ്യത ഇല്ലെങ്കിലും ശരി, ചൈതന്യ മഹാപ്രഭു നമ്മൾക്ക് അത് കൊണ്ടൊന്ന് തരുകയാണ്. എടുത്തോളൂ ഓക്കെ, ഫ്രീ ആയിട്ട് തരുകയാണ്. നാമസങ്കീർത്തനം ഭഗവാന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകാനുള്ള ആ ഒരു ഉപായം ചൈതന്യ മഹാപ്രഭു നമുക്ക് തരാം, വളരെ ഫ്രീ ആയിട്ട്. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ബുദ്ധി, നല്ല ബുദ്ധിയുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ബുദ്ധി ഇല്ലാത്തവർക്ക് എത്ര ഫ്രീ കൊടുത്താലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. പറയാണ് ചാൻഡ് ഹരേ കൃഷ്ണ മമന്ദ്ര. ചില പ്രവാചകർ പറയുന്നുണ്ട്, എന്നെ ഒരാളോട് പറയാണ്, ഓക്കെ, ചാൻഡ് ചാൻഡ് ചാൻഡ്. അപ്പൊ അവിടുന്ന് അദ്ദേഹം പറയാണ് കാൻഡ് കാൻഡ് കാൻഡ്. പ്രവാദ് പറയുന്നു ചാൻഡ് ചാൻഡ് ചാൻഡ്. അപ്പൊ അദ്ദേഹം പറയണ കാൻഡ് കാൻഡ് കാൻഡ്. ആ സമയത്ത് ചാൻഡ് ചെയ്തൂടെ? അപ്പൊ സുഹൃതമില്ല, അതിനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ബുദ്ധി ഇല്ലെങ്കിലും കൂടിയും ചൈതന്യ മഹാപ്രഭു അത് വളരെ ഔദാര്യത്തോടുകൂടി അത് നമുക്ക് തന്നു. അത് നമുക്ക് സ്വീകരിക്കാനുള്ള ആ ഒരു ബുദ്ധി ഉണ്ടായതുകൊണ്ട് നമ്മള് സുമേധസ. So in the age of Kali, people who are endowed with sufficient intelligence will worship the Lord, who is accompanied by his associates by performance of Sankirtana Yajna. Other yajnas prescribed in the Vedic literatures are not easy to perform in this age of Kali. But the Sankirtana Yajna is easy and sublime for all purposes, as recommended in Bhagavad Gita, also 9.40. അതായത് കലിയുഗത്തില് വളരെ സരളമായിട്ടുള്ള ഈ നാമസങ്കീർത്തന യജ്ഞ പ്രോസസ്സാണ് നമുക്ക് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള ഏകമാർഗം. മറ്റുള്ള ആ പ്രക്രിയകള് സത്യയുഗത്തിലോ ത്രേതായുഗത്തിലോ ദ്വാപര യുഗത്തിലോ ഉള്ള ആ പ്രക്രിയകൾ, ആ പ്രോസസ്സസ് നമുക്ക് സരളമല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാമസങ്കീർത്തന യജ്ഞ ഏറ്റെടുക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്. നമ്മുടെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നമ്മുടെ വീട്. നമ്മൾ സ്റ്റെയർ കേസിൽ പോവോ? ഇല്ല. എസ്കലേറ്ററിൽ പോവും? ഇല്ല. നമ്മൾ എവിടെ പോവും? ലിഫ്റ്റിൽ പോവും, പെട്ടെന്ന് എത്തും. അതേപോലെ ഈ കലിയുഗത്തില് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു മാർഗമാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നു. ഇങ്ങനെ മൂക്ക് പിടിക്കുന്നതിന് ഇങ്ങനെ മൂക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത് നാമസങ്കീർത്തനം. പിന്നെ അപ്പൊ ഇത് ഭഗവത്ഗീത 9.14 പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്താണ് 9.14? നമുക്ക് നോക്കാം. സതതം കീർത്തയന്തോ മാം. സതതം കീർത്തയന്തോ മാം. യെസ്, സതതം കീർത്തയന്തോ മാം. അപ്പൊ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ദൃഢമായിട്ടുള്ള, അതായത് ഒരു വളരെ ഡിറ്റർമിനേഷനോടുകൂടി നമ്മള് ഇത് മാത്രമേ വഴിയുള്ളൂ. സതതം കീർത്തയന്തോ മാം. എപ്പോഴും സതതം പറഞ്ഞാൽ വീക്ക്ലി അല്ല, ശനിയാഴ്ച വൈകുന്നേരം 8:30 മുതൽ 9:30 മണി വരെ കീർത്തയന്തോ മാം, അതല്ല പറഞ്ഞിരിക്കുന്നത്. കീർത്തനീയ സദാഹരി, കീർത്തനീയ സദാഹരി. എപ്പോഴും 24 മണിക്കൂറും ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കാം. നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഭഗവാനെ സ്മരിക്കാം. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരണം. ഏതൊരു ആപത്തിലും നമ്മൾ ഉടനെ, എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഉടനെ എന്താ പറയുക? അയ്യോ അമ്മേ എന്ന് പറയും. അതിന് പകരം നമ്മൾ ഓ കൃഷ്ണ എന്ന് പറയാനുള്ള ആ ഒരു പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നാവിന്റെ തുമ്പത്ത് എപ്പോഴും ഭഗവാന്റെ നാമമായിരിക്കണം വരുന്നത് എന്തൊരു ആപത്തിലും. അതാണ് കീർത്തനീയ സദാഹരി. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ് ഉണ്ടോ? അല്ലെങ്കിൽ ടെക്സ്റ്റ് ലെവലിൽ പോകും. സംഗീതപ്രായ എന്നത് ശ്രീമദ് ഭാഗവതം 11:32 ആരെങ്കിലും ചോദിക്കാൻ ചൈതന്യം
നിങ്ങൾ അദ്ദേഹം കേൾക്കുന്നില്ല പ്രഭു. പ്രഭു ആ, ശ്രീമോൻ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വന്നായിരുന്നു. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഓക്കെ ആണോ? ഇപ്പോഴും കുറച്ചുണ്ട് പ്രഭു. അതെ. മഴയുണ്ടോ അവിടെ? മഴയുണ്ടോ? മഴ ഓക്കെ. റേഞ്ചിന്റെ എന്തോ ഇതുണ്ടാവും. പ്രോബ്ലം. ആരെയും ചോദിച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഏത് സ്ക്രിപ്ചർ, ഒരുപാട് സ്ക്രിപ്ചറുണ്ട്. നമുക്ക് ഒരു ശ്ലോകം ബോധ്യം പറ്റുന്ന ശ്ലോകമാണ്. ചൈതന്യ മഹാപ്രഭു ഭഗവാൻ സ്വയമാണ് അവതരിച്ച ഭഗവാൻ കൃഷ്ണന്റെ സ്വന്തം രൂപമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ അവതാരമല്ല പറയുന്നത്, അവതാരിയാണ്. അവതാരി എന്ന് പറഞ്ഞ സ്രോതസ്. ക്ലിയർ ആവുന്നില്ല പ്രഭു, ക്ലിയർ ആവുന്നില്ല. ഹരേ കൃഷ്ണ. വീഡിയോ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓക്കെ ആണോ? ഓക്കെയാണ് പ്രഭു. ഓക്കെ. കുറച്ച് നേരം അങ്ങനെ വീഡിയോ ഇല്ലാണ്ട് പോകണം. ടെക്സ്റ്റ് 11 നമുക്ക് നോക്കാം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാ പരസ്പരം ഭാവയന്തഃ ശ്രേയാ പരം അവാപ്സ്യത. ദേവാൻ ഭാവയാതാനേന തേ ദേവാ ഭാവയന്തു വാ പരസ്പരം ഭാവയന്തഃ ശ്രേയാ പരം അവാപ്സ്യത. ഓക്കെ. ഗീത മാതാജി വായിക്കോ. ഹരേ കൃഷ്ണ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാഹ പരസ്പരം ഭാവയന്ത ശ്രേയാ പരമാവാപ്സ്യത. ട്രാൻസ്ലേഷൻ വായിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ദേവന്മാർ യജ്ഞം കൊണ്ട് സംതൃപ്തരാകയാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും. ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമശ്രേയസ് അനുഭവിക്കാം. എന്താ പ്രഭു? ക്ലിയർ അല്ല പ്രഭു. Okay. The demigods, being pleased by sacrifice, will also please you, and thus by cooperation between men and demigods, prosperity will reign for all. അപ്പോൾ ദേവതമാരെ നമ്മുടെ സാക്രിഫൈസസ് കൊണ്ട് സന്തുഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മളും ദേവതമാരുള്ള ആ ഒരു സഹകരണം കൊണ്ട് നമുക്ക് പ്രോസ്പെരിറ്റി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. The demigods are empowered administrators of material affairs. The supply of air, light, water, and all other benedictions for maintaining the body and soul of every living entity is entrusted to the demigods, who are innumerable assistants in different parts of the body of the Supreme Personality of Godhead. അപ്പോൾ എന്താണ് ഇവിടെ ഡെമിഗോഡ്സിന്റെ ആ പൊസിഷൻസ് എന്താണ്? അവരെല്ലാം എക്സോൾട്ടഡ് പൊസിഷനിലാണ്, എക്സോൾട്ടഡ് പേഴ്സണാലിറ്റീസ് ആണ്. അപ്പോൾ അവർക്കാണ് ഈ യൂണിവേഴ്സൽ അഫയേഴ്സിന്റെ ഓരോ ചാർജ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിനോട് പറഞ്ഞിരിക്കുന്നത് എയർ, ലൈറ്റ്, വാട്ടർ, ഓക്കെ, വായു, വെളിച്ചം, വെള്ളം, അല്ലേ? അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. ഒരു ഓഫീസിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഇല്ല. അതേപോലെ ഈ യൂണിവേഴ്സിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്, 33 മുക്കോടി ദേവി ദേവതമാരുണ്ടെന്ന് പറയുന്നത്.
ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് നിറവേറേണ്ടി വരും ഈ പ്രപഞ്ചത്തില്. അപ്പോൾ അവരെ പ്രീതി, അതായത് അവരാണ് ഭഗവാന്റെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. അപ്പൊ അതൊക്കെ എന്താ പറയുന്നത്, ഓൾ അതർ ബെനിഫിഷൻ ഫോർ മെയിൻ. അപ്പൊ നമ്മളുടെ ശരീരവും ആത്മാവിനെയും നിലനിർത്താനുള്ള ആ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഇവരാണ് ഇതിന്റെ കാര്യങ്ങൾ, ഇവർ ത്രൂ ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് പ്രപഞ്ചത്തിലെ എല്ലാം മാനേജ് ചെയ്യാനുള്ള, യൂണിവേഴ്സൽ അഫയേഴ്സ് മാനേജ് ചെയ്യാനുള്ള അതോറിറ്റി ഭഗവാൻ ആർക്കാണ്? ഈ ദേവതമാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിഷ്ണുവിന് യജ്ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡെമിഗോഡ്സ് നമുക്ക് വേണ്ടുന്ന രീതിയിലെല്ലാം സപ്ലൈ ചെയ്യും. അതാണ് പറയുന്നത്. Their pleasure and displeasure are dependent on the performance of yajnas by the human being. അപ്പൊ അവരുടെ സന്തോഷം, ഓക്കെ, അവരുടെ അസന്തോഷം എല്ലാം നമ്മളുടെ യജ്ഞങ്ങളെ ആസ്പദമാക്കിയിരിക്കുന്നു. Some of the yajnas are meant to satisfy particular demigods, but even in so doing, Lord Vishnu is worshipped in all yajnas as the chief beneficiary. ചില യജ്ഞങ്ങളെ ഒരു പ്രത്യേക ദേവതമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, പക്ഷെ എങ്കിലും കൂടിയിട്ട് ഏത് യജ്ഞത്തിലും യജ്ഞപുരുഷനായിട്ട് നമ്മൾ ഉപാസിക്കേണ്ടത് യജ്ഞപുരുഷനായിട്ടുള്ള വിഷ്ണുവിനെയാണ് എന്നാണ്, ചീഫ് ബെനിഫിഷ്യറി. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഓൾസോ ഇൻ ദ ഭഗവത്ഗീത that Krishna himself is the beneficiary of all kinds of yajnas, bhoktaram yajna tapasam sarva loka maheshwaram suhurdam sarva bhutanam ജ്ഞാത്വാ മാം ശാന്തിരിച്ചതി. അപ്പോ യജ്ഞങ്ങളുടെ ഭോക്താവ് ആരാണ്? ഭോക്താറാം യജ്ഞ തപസാം, എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്ത, എൻജോയർ, ബെനിഫിഷ്യറി ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. അൾട്ടിമേറ്റ്ലി ഹി ഈസ് ദ എൻജോയർ, ഹി ഈസ് ദ റെസിപ്പിയന്റ് ഓഫ് ഓൾ യജ്ഞാസ്. ആ യജ്ഞങ്ങൾക്ക് ഓരോ പ്രിസൈഡിങ് ഡേറ്റീസ് ഉണ്ട് ഈ ഭൗതിക ലോകത്ത്. അതാണ് പറയുന്നത്. Therefore, ultimate satisfaction of the യജ്ഞപതി is the chief purpose of all yajnas. Ultimately ആരാണ് യജ്ഞപതി? ഭഗവാൻ വിഷ്ണു ആണ്. When these yajnas are perfectly performed, naturally the demigods in charge of the different departments of supply are pleased, and there is no scarcity in the supply of natural products. അപ്പൊ നമ്മൾ യജ്ഞങ്ങൾ ചെയ്തിട്ട് ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ ദേവതമാർ, അതായത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സപ്ലൈ, അവരെ നമുക്ക് വേണ്ടുന്ന സപ്ലൈ, എയർ, ലൈറ്റ്, വാട്ടർ, ഇതെല്ലാം നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. യാതൊരു മുടക്കം അതിന് വരത്തില്ല എന്നാണ് പറയുന്നത്. പെർഫോമൻസ് ഓഫ് യജ്ഞാസ് ഹാസ് മെനി സൈഡ് ബെനിഫിറ്റ്സ്, അൾട്ടിമേറ്റ്ലി ലീഡിങ് ടു ലിബറേഷൻ ഫ്രം മെറ്റീരിയൽ ബോണ്ടേജ്. അപ്പോൾ ഈ യജ്ഞങ്ങൾ നമ്മൾ മുറപ്രകാരം ചെയ്യുകയാണെങ്കിൽ, വിധിപ്രകാരം ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മളെ നമ്മുടെ പരമ ലക്ഷ്യത്തിലേക്ക് എത്തും. അതായത് ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തി കിട്ടിയിട്ട് നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ബൈ പെർഫോമൻസ് ഓഫ് യജ്ഞാസ് ഓൾ ആക്ടിവിറ്റീസ് ബിക്കം പ്യൂരിഫൈഡ് ആസ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ വേദാസ്. ആഹാരശുദ്ധോ സത്വശുദ്ധോ ധ്രുവാസ്മൃതി സ്മൃതി ലബ്ധേ സർവ ഗ്രന്ഥിനാം വിപ്രമോക്ഷ എന്നാണ് പറയുന്നത്. ബൈ പെർഫോമൻസ് ഓഫ് യജ്ഞ വൺസ് ഈറ്റബിൾസ് ബിക്കം സാങ്ക്ടിഫൈഡ്. അപ്പൊ യജ്ഞ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യജ്ഞശിഷ്ടാശിനോ ശന്തോ മുച്ചന്തേ സർവകിൽബിഷ എന്ന് പറയും. അപ്പോ നമ്മളെ യജ്ഞം പെർഫോം ചെയ്യുമ്പോൾ നമ്മളുടെ ഈറ്റബിൾസ്, നമ്മളുടെ ഫുഡ് സ്റ്റഫ് അത് ശുദ്ധീകരിക്കപ്പെടുന്നു. ആൻഡ് ബൈ ഈറ്റിംഗ് സാങ്ക്ടിഫൈഡ് ഫുഡ് സ്റ്റഫ്, അങ്ങനെ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ആ പ്രസാദം കഴിക്കുമ്പോൾ നമ്മളുടെ എക്സിസ്റ്റൻസ് ബിക്കംസ് പ്യൂരിഫൈഡ്. നമ്മളുടെ ഇവിടുത്തെ ഈ ഭൗതിക ലോകത്തിലുള്ള ആ എക്സിസ്റ്റൻസിനെ പ്യൂരിഫൈഡ്. ആൻഡ് ബൈ പ്യൂരിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റൻസ്, അങ്ങനെ നമ്മുടെ എക്സിസ്റ്റൻസ് പ്യൂരിഫൈ ചെയ്യാൻ ഫൈനൽ ടിഷ്യൂസ് ഓഫ് ദ മെമ്മറി ബിക്കം സാങ്ക്ടിഫൈഡ്. ഓക്കെ, നമ്മളെ ആഹാരം, ഒരു ചൊല്ലുണ്ട്, വി ആർ വാട്ട് വി ഈറ്റ്. നമ്മൾ എന്താണോ കഴിക്കുന്നത്, ജൈസെ അൻ വൈസെ മൻ, എങ്ങനെയാണോ നമ്മളുടെ അന്നം അത് പ്രകാരിക്കും നമ്മളുടെ മനസ്സും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ പ്രസാദം കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്രെയിനിലുള്ള ഫൈനൽ ടിഷ്യൂസ് അത് ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ഫൈനൽ ടിഷ്യൂസ്, ബ്രെയിൻ മെമ്മറിയിലുള്ള ആ ഫൈനൽ ടിഷ്യൂസ് സാങ്ക്ടിഫൈ ആയാൽ നമ്മുടെ മെമ്മറി, ഓക്കെ, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്ത, ഇതെല്ലാം സാങ്ക്ടിഫൈ ആവും.
ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ നമ്മളുടെ മെമ്മറി, നമ്മളുടെ ചിന്തയെല്ലാം തോട്ട്സ് എല്ലാം ശുദ്ധീകരിച്ച നമ്മൾക്ക് ആ മുക്തിയിലേക്കുള്ള ആ വഴി വളരെ ഈസി ആയിരിക്കും, നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റും. And all these combined together lead to Krishna consciousness, the great necessity of present day society. ഇതെല്ലാം കൂടിയിട്ട് ഒരു കോമ്പിനേഷനാണ് കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് യജ്ഞം ചെയ്യണം. ഓക്കെ, യജ്ഞം ചെയ്തിട്ടുള്ള ആ പ്രസാദം കഴിക്കണം. അങ്ങനെ പ്രസാദം കഴിക്കുമ്പോൾ നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ അസ്തിത്വം ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ അസ്തിത്വം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മളുടെ മെമ്മറി ശുദ്ധീകരിക്കപ്പെടുന്നു. മെമ്മറി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മളുടെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ അത് മുക്തിയിലേക്ക് വഴിയൊരുക്കുന്നു. ഇതെല്ലാം കൂടിയതാണ് കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് പറയുന്നത്. അതായത് ദിസ് ഈസ് എ ഗ്രേറ്റ് നെസസിറ്റി ഓഫ് പ്രസന്റ് ഡേ സൊസൈറ്റി. ഇതാണ് ഇന്നത്തെ സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നാണ് പ്രഭുപാദ ഈ പർപ്പോട്ടിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ എല്ലാം ഭഗവാന് സമർപ്പണം ചെയ്യണം. അതിനാണ് യജ്ഞ എന്ന് പറയുന്നത്. യജ്ഞ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന ആ കർമ്മം. അപ്പൊ അത് എന്ത് തന്നെ ശരി, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തെയും ഭഗവാൻ വിഷ്ണുവിനെ സമർപ്പിച്ച്, യജ്ഞമായിട്ട് സമർപ്പിച്ചിട്ട് നമ്മൾ അതിനെ ആ വഴിയിൽ കൊടുക്കുകയാണെങ്കിൽ, അപ്പൊ അതിന്റെ ഉദാഹരണമായിട്ടാണ് ഇവിടെ ഈ പ്രസാദത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമ്മുടെ കഴിക്കുന്ന അന്നത്തിനെ ശുദ്ധീകരിക്കാം എന്നൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കും. അതുപോലെ ഓരോ പ്രവൃത്തിയും, നമ്മളുടെ ഓരോ കർമ്മത്തെയും ശുദ്ധീകരിച്ചിട്ട് ഭഗവാൻ വിഷ്ണുവിന് സമർപ്പണം ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഈ ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മുക്തിയിലേക്ക്, മോക്ഷത്തിലേക്കുള്ള ആ കവാടം, ആ ദ്വാരം ഈ ജന്മത്തിൽ തന്നെ തുറക്കപ്പെടും എന്നാണ് ഇവിടെ പർപ്പോട്ടിൽ പ്രഭുപാദ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഹരേ കൃഷ്ണ. നമ്മള് 10ഉം 11ഉം എടുത്തു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ 12 അടുത്ത ക്ലാസ്സിൽ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय। हरि हरि बोल।